വീണ്ടും ഞാൻ അഗെയിൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, പിറപ്പുമായിട്ട് ഇറങ്ങിയേക്കരുത്. പിറപ്പുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനത് ചെറുതായിട്ടൊന്ന് നിർത്തുമെന്ന് വിചാരിക്കരുത്. ടപ്പ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിച്ച് കളയും. അത് മൊത്തത്തിൽ അങ്ങ് അതപടലമായിരിക്കും ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോവുക. ഞാൻ കുറച്ച് സമ്മാനം തന്ന ഓർമ്മയുണ്ടോ? മക്കൾക്ക് എന്ത് വേണം? ഓർമ്മിച്ച എനിക്ക് ഇനിയും ഫ്യൂച്ചറിൽ എന്റെ പ്രോബ്ലംസ് പല്ലിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അമ്മ സാക്ഷിയാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പിറപ്പുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ബിഗ് ബോസിൽ ഞാൻ മിണ്ടാതിരുന്ന പോലെയൊന്നും അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്ന പോലെയൊന്നും അതിന്റെ മാന്യതയാണ്. ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മാന്യതയല്ല, അതിന്റെ മണ്ടത്തരമായി പോകും. അതുകൊണ്ട് അങ്ങനെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല. മേല അമ്മാതിരി ഊച്ചാളിത്തരമായിട്ട് ഇനി ഇറങ്ങരുത്. ഇറങ്ങി എനിക്കത് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്റെ വയറുന്നൊക്കെ ചിലപ്പോൾ തെറിയായി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പം മിണ്ടുന്നില്ല. അപ്പോൾ എന്റെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ സർജറിക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഞാനിതിനെ വളരെ കൂളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം ഓവറായിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. എനിക്കതൊരു ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓട്ടടാ സാരമില്ല, തൊട്ടുപോകെ തന്നെ ഞാനപ്പോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്റെ സർജറി ആയിട്ട് കൂടിയും ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് എന്റെ പല്ലിന് നാളെ ഫ്യൂച്ചറിൽ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഞാൻ അതിനെ കൂളായിട്ടാണ് ഇപ്പൊ എടുക്കുന്നത്. ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആ പരിപാടിയിലേക്ക് എന്നെ ഫോഴ്സ് ചെയ്ത് അവിടേക്ക് എത്തിക്കരുത്, നിർത്തിക്കോണം. അപ്പൊ ഞാൻ എന്തായാലും സർജറിക്ക് വേണ്ടി പോവുകയാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ.